ഫിക്ഷൻ ബുക്സ് ഏത് വായിക്കാൻ എടുത്താലും ബുക്കിന്റെ ബാക്ക് കവറിലുള്ള ബ്ലർബ് അഥവാ സ്റ്റോറിയെ കുറിച്ചുള്ള ചെറിയ സ്നിപ്പറ്റ് വായിച്ചിട്ടാണ് ബുക്ക് വായിച്ചു തുടങ്ങുക. അത് ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് ദ റീഡേഴ്സും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ബട്ട് ഈ ഒരു ബുക്കിന്റെ കേസിൽ ഞാൻ ബാക്ക് കവർ വായിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഇറ്റ് റിയലി സ്പോയിൽഡ് മൈ റീഡിംഗ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ആൻഡ് ദ ബുക്ക് ഇസ് ഗോൺ ഗേൾ. ഇന്നത്തെ വീഡിയോ ഗോൺ ഗേൾ എന്ന ബുക്കിന്റെ സ്പോയിലർ ഫ്രീ റിവ്യൂ വീഡിയോ ആണ്. ഈ ബുക്കിന്റെ പ്ലസസ് മൈനസസ്, ഞാൻ ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യുമോ, എന്താണ് ഈ ബുക്കിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ള് മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ കേസ് ഈ ബുക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങി സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ഗോൺ ഗേൾ എന്ന ബുക്കിന്റെ പ്ലസസ് എന്തൊക്കെയാണെന്ന് കാണാം. മിസ്റ്ററി ത്രില്ലർ ജോൺറയിൽ വരുന്ന ബുക്കാണിത്. ഭയങ്കര ത്രില്ലാണ് ഈ ബുക്ക് വായിക്കാനായിട്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരിക്കും. ശരിക്കും ഒരു പേജ് ടേണർ തന്നെയാണ് ഈ ബുക്ക്. ഈ ബുക്കിന്റെ വലിയൊരു പ്ലസ് ആണ് ഇതിലെ ട്വിസ്റ്റ്. ആക്ച്വലി യാതൊരു രീതിയിലും ട്വിസ്റ്റിന്റെ സ്പോയിലേഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ട്വിസ്റ്റ് എത്തുമ്പോൾ ഒരു വാട്ട് എന്നൊരു ഫീൽ ആയിരിക്കും. ട്വിസ്റ്റ് കഴിഞ്ഞത് പിന്നെ വേറൊരു കണ്ണുകളിലൂടെ ആയിരിക്കും ബുക്ക് വായിക്കുക. സ്റ്റോറി നറേഷൻ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ മിസ്റ്ററി ത്രില്ലേഴ്സ് വായിക്കുന്നവർക്ക് നല്ലൊരു ട്രീറ്റ് തന്നെയാണ് ഈ ഒരു ബുക്ക്. ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. ഈ കണ്ടീഷൻസ് എന്താണെന്ന് നെക്സ്റ്റ് മൈനസ് സെക്ഷനിൽ ഞാൻ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബുക്കിന്റെ മൈനസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബുക്കിന്റെ ബാക്ക് കവറിലെ ബ്ലർബ് ആണ് ഇതിന്റെ വലിയൊരു മൈനസ്. യൂഷ്വലി റീഡേഴ്സിന് സ്റ്റോറി പ്ലോട്ടിന്റെ ചെറിയൊരു സ്നിപ്പറ്റ് ഷെയർ ചെയ്ത് ആകാംക്ഷ ജനറേറ്റ് ചെയ്ത് അവർ ആ ബുക്ക് ചൂസ് ചെയ്ത് വായിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ബ്ലർബ് എഴുതുന്നത്. ബട്ട് സംഹൗ ഈ ബുക്കിന്റെ ബാക്ക് കവർ വായിച്ചാൽ അത്യാവശ്യം മിസ്റ്ററി ത്രില്ലർ ബുക്സ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് ട്വിസ്റ്റ് ഗസ് ചെയ്യാനായിട്ട് പറ്റും. നോർമലി ബുക്ക് വായിക്കുമ്പോൾ ട്വിസ്റ്റ് ഓർ സ്റ്റോറി പല ആംഗിളിൽ ചിന്തിച്ച് ഗസ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ബ്രെയിന് റീഡിംഗ് ടൈമിൽ അത് എന്തായാലും ചെയ്യും. ഇറ്റ്സ് നോർമൽ. ബട്ട് ഇവിടെ പ്രോബ്ലം എന്താണെന്നാൽ കവർ പേജിലെ പോർഷൻ വായിച്ച് ഒരു ഗസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റ് എത്തുമ്പോൾ വാവ് എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. വായനയുടെ ത്രില്ല് അപ്പോഴും കുറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പേജ് ടേണർ തന്നെയാണ് ഈ ബുക്ക്. എന്നിരുന്നാലും ആ ട്വിസ്റ്റിന്റെ വാവ്നെസ് ഇത്തിരി കുറയും. സോ ഈ ബുക്ക് നിങ്ങൾ വായിക്കാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്ക് കവർ എന്തായാലും നോക്കരുത്. അതാണ് അതിന്റെ കണ്ടീഷൻസ് അപ്ലൈ. നെക്സ്റ്റ് ഗോൺ ഗേൾ എന്ന ബുക്കിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഏമിയും നിക്കും ആണ് ഈ സ്റ്റോറിയിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്. ഇവരുടെ 5th മാരേജ് ആനിവേഴ്സറിയുടെ ദിവസം രാവിലെ ഏമി മിസ്സിംഗ് ആവുന്നു. നിക്ക് ആണെങ്കിൽ തുടക്കത്തിൽ ഏമിയെ കാണുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അത്ര സീരിയസ് അല്ലാതെ ആയിരിക്കും ഇരിക്കുക. പിന്നെ സമയം കഴിയുന്തോറുമാണ് ആൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നതും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതുമല്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് പോലീസിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഏമിക്ക് നിക്കിനെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിക്കിൽ നിന്ന് ഏമി മറച്ചു വെച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഏമിയുടെ ഫ്രണ്ട്സ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. പോലീസ് നിക്കിന്റെ കമ്പ്യൂട്ടറിലെ സെർച്ച് ഹിസ്റ്ററി നോക്കിയപ്പോൾ ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തും. ഇതിനിടയിൽ ഏമിയുടെ മിസ്സിംഗ് മീഡിയ ഏറ്റെടുക്കും. സോ പോലീസിനും നിക്കിനും മീഡിയ പ്രഷറും വരാൻ തുടങ്ങും. അങ്ങനെ പോലീസ് നിക്കിന്റെ ലാപ്ടോപ്പിൽ കണ്ടെത്തിയ സെർച്ച് ഹിസ്റ്ററി എന്തായിരുന്നു, നിക്കിനെ ഏമി എന്തുകൊണ്ടാണ് ഭയപ്പെട്ടിരുന്നത്, ഏമി നിക്കിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന സീക്രറ്റ്സ് എന്തൊക്കെയാണ്, നിക്ക് ആൻഡ് ഏമി തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, ഏമിയുടെ മിസ്സിങ്ങിന് നിക്കിന് എന്തെങ്കിലും പങ്കുണ്ടോ, ഏമിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്, ഇതെല്ലാമാണ് ഗോൺ ഗേൾ എന്ന ബുക്കിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് എനി സ്പോയിലേഴ്സ്. മിസ്റ്ററി ത്രില്ലേഴ്സ് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഈ ബുക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.